ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ന് ന്യൂസിലാൻഡും ബംഗ്ലാദേശുമാണ് നേർക്കുനേർ വന്നത്. ഈ മാച്ചിൽ ഇപ്പോൾ ന്യൂസിലാൻഡ് ജയിച്ചിരിക്കുകയാണ്. ന്യൂസിലാൻഡ് ജയിച്ചപ്പോൾ പണി കിട്ടിയിരിക്കുന്നത് പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ ഒഫീഷ്യലായിട്ട് ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്ന് പുറത്തായിരിക്കുകയാണ്. ഇനി അവർക്ക് അടുത്ത റൗണ്ടിലേക്ക് കടക്കാൻ സാധിക്കില്ല. അപ്പോൾ ഇന്നത്തെ ബംഗ്ലാദേശ് ന്യൂസിലാൻഡ് മാച്ചിനെ പറ്റിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ന് കളി ജയിച്ച് വില്യംസൺ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എനിക്കിപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങളും ചാമ്പ്യൻസ് ട്രോഫിയുടെ സെമി ഫൈനലിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ത്യയും നേരത്തെ കടന്നിട്ടുണ്ടായിരുന്നു. പാകിസ്ഥാൻ ഇപ്പോൾ പുറത്തായിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഇനി ജയിക്കാനുള്ളത് ഇന്ത്യയുമായിട്ടാണ്. ഇന്ത്യക്ക് വേണ്ടിയാണ് ഞങ്ങൾ ബംഗ്ലാദേശിനെ തോൽപ്പിച്ചിരിക്കുന്നത്. കാരണം ഇങ്ങനെ വരുമ്പോൾ പാകിസ്ഥാൻ പുറത്താണ്. അത് ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്ക് വേണ്ടത് ഇന്ത്യൻ ടീമിനെയാണ്. ഇന്ത്യൻ ടീമിനെയാണ് ഞങ്ങൾക്ക് തോൽപ്പിക്കേണ്ടത്. ഇന്നത്തെ മാച്ച് ഞങ്ങളെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഞങ്ങൾ കളി ജയിച്ചെടുത്തു. വരാൻ പോകുന്ന മാച്ചിലും ഇതേ കളി ആവർത്തിക്കുമെന്ന് വില്യംസൺ വ്യക്തമാക്കി. അങ്ങനെ ഒടുവിൽ പാകിസ്ഥാൻ പുറത്തായിരിക്കുകയാണ്. ഇന്ന് ബംഗ്ലാദേശ് ഫസ്റ്റ് ബാറ്റിംഗിൽ 50 ഓവറിൽ 236 റൺസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ന്യൂസിലൻഡിനെ കുറച്ച് വെള്ളം കുടിപ്പിക്കാൻ ബംഗ്ലാദേശിന് സാധിച്ചു. പിന്നീട് ബംഗ്ലാദേശ് സെക്കൻഡ് ബാറ്റിംഗിന് ഇറങ്ങി. അവർക്ക് മികച്ച തുടക്കമാണ് ഇന്ന് ലഭിച്ചത്. അവരുടെ സൂപ്പർ താരം രവീന്ദ്ര മികച്ച ബാറ്റിംഗ് കാഴ്ചവെച്ചു. താരം ഇന്ന് സെഞ്ചുറി അടിച്ചിട്ടുണ്ടായിരുന്നു. ബംഗ്ലാദേശ് നാണം കെടുത്ത് തോറ്റു. വളരെ വേഗത്തിൽ ന്യൂസിലാൻഡ് കളി ജയിച്ചു. ഇന്ന് ന്യൂസിലാൻഡ് കളി ജയിച്ചപ്പോൾ പാകിസ്ഥാനെ പണി കിട്ടിയിരിക്കുകയാണ്. പാകിസ്ഥാൻ ഇനി ഒരിക്കലും അടുത്ത റൗണ്ടിലേക്ക് കടക്കാൻ സാധിക്കില്ല. പാകിസ്ഥാൻ പുറത്തായിരിക്കുകയാണ്. ഇന്ത്യൻ ആരാധകർ പാകിസ്ഥാൻ അടുത്ത റൗണ്ടിലേക്ക് കടക്കാനാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ വന്നാൽ ഇന്ത്യക്ക് വീണ്ടും പാകിസ്ഥാനുമായിട്ട് മാച്ച് വരും. വീണ്ടും പാകിസ്ഥാൻ ഇന്ത്യക്ക് തോൽപ്പിക്കാൻ സാധിക്കും. പക്ഷേ ഇനി അത് നടക്കില്ല. പാകിസ്ഥാൻ ടൂർണമെന്റിൽ നിന്ന് പുറത്തായി. ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെന്റ് നടക്കുന്നത് പാകിസ്ഥാനിലാണ്. പക്ഷേ ടൂർണമെന്റിൽ നിന്ന് ആദ്യമായിട്ട് പുറത്തായ ടീം പാകിസ്ഥാൻ തന്നെയാണ്. പാകിസ്ഥാൻ ഇപ്പോൾ വലിയ ട്രോളുകളാണ് വരുന്നത്. എന്തായാലും ന്യൂസിലാൻഡ് വിജയിച്ചിരിക്കുകയാണ്. അവരെ അടുത്ത റൗണ്ടിലേക്ക് പ്രവേശിച്ചു.